തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. തൂബ ജ്വല്ലറിയിൽ ഓണം സ്വർണോത്സവം 2024 തുടക്കമായി. ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ 100 പവൻ സ്വർണം ബമ്പർ സമ്മാനം. ഒന്നാം സമ്മാനം 25 പവൻ, രണ്ടാം സമ്മാനം 10 പവൻ, മൂന്നാം സമ്മാനം 5 പവൻ. 1 ഗ്രാം വീതം 1100 പേർക്ക്, 100 ഗ്രാം വെള്ളി വീതം 100 പേർക്ക്. ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രീ കൂപ്പണുകൾ ചോദിച്ചു വാങ്ങാൻ മറക്കരുത്. തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വർണം വാങ്ങൂ, സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ അവസരം നേടൂ. വാർത്തകൾ വിശദമായി. തിരൂർ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിൽ സയൻസ് ഫിലിം ഫെസ്റ്റിവലിന്റെ 17ാമത് എഡിഷൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ഇന്നലകളിൽ ഫിലിം സൊസൈറ്റികൾ നൽകിയ സംഭാവനകൾ ആർക്കും അവഗണിക്കാവുന്നതല്ലെന്നും ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി പറഞ്ഞു. ചലച്ചിത്ര ആസ്വാദനശീലം മാത്രമല്ല, സാമൂഹിക അവബോധം വളർത്തുന്നതിനും കേരളത്തിലെ ഫിലിം സൊസൈറ്റികൾ കാരണമായി. ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യയുടെ കൂടി ആഭിമുഖ്യത്തിലാണ് സയൻസ് ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നതെന്നാണ് അതിൻ്റെ മഹത്വമെന്നും മന്ത്രി പറഞ്ഞു. ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യയുടെ കേരള ഘടകവും തിരൂർ മലയാളം യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സയൻസ് എന്ന ഡോക്യുമെൻ്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി സസ്നേഹം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. കാലത്തിന് നേരെ പിടിച്ച കണ്ണാടികളാണ് ഡോക്യുമെൻ്ററി ചലച്ചിത്രങ്ങൾ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ചലച്ചിത്ര ആസ്വാദന മേഖലയിൽ ബദൽ ഭാവുകത്വ സൃഷ്ടിക്ക് വലിയ സംഭാവനകൾ ചെയ്തുകൊണ്ടാണ് കേരളത്തിലെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം സാമൂഹ്യമായ അവരുടെ ധർമ്മം നിറവേറ്റിയിട്ടുള്ളത്. അനീതിക്കെതിരെ വിരൽ ചൂണ്ടുന്നതിനുള്ള മനുഷ്യരുടെ സഹജമായിട്ടുള്ള വാസനയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, അതുപോലെ തികഞ്ഞ കലാമൂല്യമുള്ള ചലച്ചിത്രങ്ങൾ ആസ്വദിക്കുന്നതിനുള്ള ആസ്വാദന ശീലങ്ങൾ മലയാളികൾക്ക് നൽകിക്കൊണ്ട്, അതുപോലെ ലോകമെമ്പാടുമുള്ള ഏറ്റവും മികച്ച ചലച്ചിത്ര അനുഭവങ്ങൾ സഹൃദയത്തിലേക്ക് അവതരിപ്പിച്ചുകൊണ്ടുമൊക്കെ തന്നെ കേരളത്തിൻ്റെ ഇന്നലകളിൽ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനങ്ങൾ നൽകിയിട്ടുള്ള സംഭാവനകൾ ആർക്കും അവഗണിക്കാനാവുന്നതല്ല. മലയാളിയെ ഒരു വിശ്വപൗരനായി രൂപീകരിച്ചെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഫിലിം. തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ഡോക്യുമെൻ്ററി സംവിധായകൻ രാകേഷ് ശർമ്മ മുഖ്യാതിഥിയായി. ഫെസ്റ്റിവൽ ബുക്കിൻ്റെ പ്രകാശനം തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ നൽകിക്കൊണ്ട് മലയാളം യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ നിർവഹിച്ചു. ദൃശ്യതാളം മാസികയുടെ സയൻസ് എഡിഷന്റെ പ്രകാശനം പ്രമുഖ സംവിധായകൻ TV ചന്ദ്രൻ നിർവഹിച്ചു. സയൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റെജി M ദാമോദരൻ ആമുഖഭാഷണം നടത്തി. വെട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി, മലയാളം സർവകലാശാല സ്കൂൾ ഓഫ് മീഡിയ സ്റ്റഡീസ് ഡയറക്ടർ ഡോക്ടർ R രാജീവ് മോഹൻ, യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ O ശ്രീകാന്ത, സ്കൂൾ ഓഫ് ഫിലിം സ്റ്റഡീസ് ഡയറക്ടർ ഡോക്ടർ ശ്രീദേവി P അരവിന്ദ, ഫെസ്റ്റിവൽ ജനറൽ കൺവീനർ VP ഉണ്ണികൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് തിരൂർ.